ഇന്ന് ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ വണ്ടിയിൽ എറണാകുളം വരെ ഒന്ന് പോവാണ്. ഓൺ ദ വേയിൽ കൈലാസത്തിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ നല്ല തിരക്കായതുകൊണ്ട് പറവൂരുള്ള വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഗൂഗിൾ നോക്കിയിട്ട് കയറിയതാണ് ഇവിടെ. അല്ലാതെ എന്താണ് ഏതാണ് ഒരു ഐഡിയ ഇല്ല കേട്ടാ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, കുഞ്ഞിമേമ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ മേമേനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പുട്ടും കടലയുണ്ടെന്ന് പറഞ്ഞോട് കൂടി പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. അത് തന്നെ അങ്ങോട്ട് പറഞ്ഞു. പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം നൈസായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പുട്ടും ഇങ്ങോട്ട് നീക്കി വെച്ചു. നല്ല ചൂടുള്ള സോഫ്റ്റ് പുട്ട് കിട്ടാ. ഈ പുട്ടുറുമീസുകൾക്കൊക്കെ രാവിലെ പുട്ടടിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷമുള്ളൊരു കാര്യമില്ല. നല്ല എരിവും അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള നാടൻ കടലക്കറി, അതും ആ സോഫ്റ്റ് പുട്ടും കൂടി കുഴച്ചങ്ങോട്ട് അടിച്ചു. സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ. ഉണ്ണിയേട്ടൻ പിന്നെ രാവിലെ തന്നെ കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങി. അതുകൊണ്ട് വലിയ വിശപ്പില്ലാത്തതിനാൽ 2 ഉഴുന്നോടെ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചായ എത്തി. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ബാക്കിയുള്ള പുട്ടും കടലയും പപ്പടവും എല്ലാം കൂടി മിക്സ് ചെയ്ത് പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ കൂടിയാണ് ഇത്രയും നല്ല പുട്ടും കടലയും പുറത്തുനിന്ന് കഴിക്കണേ. ഞാൻ പുട്ടും കടലാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ദീപ് ഓർഡർ ചെയ്തത് ഇഡ്ഡലിയും സാമ്പാർ ചട്നിയൊക്കെ ആയിരുന്നു. മേമയും പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. ചൂടുണ്ടല്ലേ? ചോദിച്ചു തരും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. നല്ല വൈബുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. കൂടാണ്ട് ഇവരുടെ സർവീസും എല്ലാം അടിപൊളിയായിരുന്നു. സാധാരണ ദീപു പൂരിയൊക്കെയാണ് പറയാറ്. ഇത്തവണ ഇഡ്ഡലിയും ലെമൺ ടീ ഒക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ദീപുവിന് ചെറിയൊരു തലവേദനയും പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നേ. വലിയ സീനൊന്നുമില്ലെങ്കിലും ചെറിയൊരു മുൻകരുതൽ. ഉണ്ണിയേട്ടൻ നല്ല വടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വട അത്ര ക്രിസ്പി ഒന്നല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും മേമയും ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്താണ് ഒരു വട കഴിച്ചത്. നല്ല വട, ചട്നി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. നിങ്ങൾ നോർത്ത് പറവൂർ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിരിക്കും വൃന്ദാവൻ. എറണാകുളത്ത് പോയത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്കായതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടാ. ഇതിപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നല്ല വിശപ്പായിട്ടുണ്ട്. ഊണ് കഴിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള കാസിംകാട കട ഗൂഗിളിൽ കാണുന്നത്. എന്നാൽ പിന്നെ ഇന്നത്തെ ഊണ് അവിടെ നിന്നാവട്ടെ എന്ന് കരുതി. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ ഇടത് ഭാഗത്തായിട്ട് പടിഞ്ഞാട്ട് പോകുന്ന റോഡുണ്ട്. ആ കാറ് പോണ ഭാഗമില്ലേ, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് പഴയ ചായക്കടകളൊക്കെ ഇല്ലേ, അതുപോലൊരു ചെറിയ സെറ്റപ്പാണ് കാസിംകാസ് ഹോംലി ലഞ്ച്. ഇവിടെ മേശയും കസേരയൊന്നുമല്ല, പണ്ട് കാലത്തെ ഡെസ്ക് ബെഞ്ച് സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനിരുന്നു. മുറിച്ച വാഴയിലയിൽ ചോറൊക്കെ വിളമ്പി. പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവാറുള്ള കുഞ്ഞി ഡവറില്ലേ, അതിൽ കുറച്ച് ചാളക്കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സൈഡ് വിളമ്പാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവിടെ മേമയ്ക്കും അമ്മയ്ക്കും ദീപുവിനൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. കുറച്ച് ചെറിയ ഇലയായോണ്ടേ ചോറൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് ചോദിച്ചു. സൈഡൊക്കെ വിളമ്പേണ്ടതല്ലേ. വൻപയർ ഉപ്പേരി, അതായത് പയർ കുത്തിക്കാച്ചിയത്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ട് തോരൻ, പിന്നെ അച്ചാറും. ആദ്യം തന്നെ ആ മീൻകറി മൊത്തം ചോറിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ആ ചാളക്കഷ്ണൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ചു. മീൻകറിക്ക് ഒരു ഇളം ചൂടുണ്ട് കേട്ടാ. അതും കൂട്ടി കുഴയ്ക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം. ചോറ് കുഴയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് ചേട്ടൻ ഒരു പപ്പടം കൊണ്ടെന്ന് വെച്ചത്. സന്തോഷമായി.
നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന പോലെ നല്ല അസല് മീൻ കറിയും മീൻ വറുത്തതും. അയിലൊക്കെ ഒരു രക്ഷയില്ലാട്ടോ. അയില പൊരിച്ചതും മീൻചാറും ചോറും എല്ലാം കൂടി കഴിക്കുമ്പോണ്ടല്ലോ എന്താ ഒരു രുചി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ കുടിക്കാൻ കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. മീൻചാറൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടേ ബീട്രൂട്ട് തോരനും ചോറും കൂടി കുഴക്കായിരുന്നേ. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു ഒരു ബീഫ് പറഞ്ഞാലോ ഒന്ന്. ഉണ്ണിയേട്ടൻ്റെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഇതുപോലെ ചെറിയൊരു നാടൻ കടയിൽ നല്ല ഊണ് കിട്ടുമ്പോഴൊരു സന്തോഷമില്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. ബീഫ് വരുന്നതിന് മുമ്പ് ആ ഒരു ചാളക്കഷ്ണവും ഇത്തിരി ചോറും പപ്പടവും ഒക്കെ കൂടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ചോറിങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു സുഖം. ഇനി നമ്മുടെ ഫേവറേറ്റ് പയറുപ്പേരിയാണ്. എല്ലാം നമ്മുടെ വീട്ടിൽ വെക്കുന്ന അതേ ടേസ്റ്റ്. പയറുപ്പേരി എൻ്റെ വീക്ക്നെസ്സാന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ പയറുപ്പേരി തീർന്നു. അടുത്തതായിട്ട് ഇരുമ്പാമ്പുളി അച്ചാറിലേക്ക് കടന്നു. ഇരുമ്പാമ്പുളി അച്ചാറ് കൂട്ടിയപ്പോഴേ അറിയാതൊരു ചിരി എൻ്റെ മുഖത്ത് വന്നു. ഇതിൻ്റെ ഇടയിൽ പകുതി ബീഫ് ഉണ്ണിയേട്ട എനിക്കായിട്ട് മാറ്റി വെച്ചിട്ടാ. ഒന്നും നോക്കിയില്ല, ബീഫ് എടുത്ത് ചോറിലേക്കാണ് കൂട്ടി. ബാക്കിയുള്ള മസാല അതും മാക്സിമം തുടച്ചങ്ങോട്ട് എടുത്തു. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ എല്ലാം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കന്നെ. നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ബീഫും ചോറും തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടാ. അതിൻ്റെ മേലെ കുറച്ച് ചൂട് കഞ്ഞിവെള്ളം അങ്ങോട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി ചൂട് ചോറിട്ട് വിട്ടാ. കാരണം വേറെ ഒന്നല്ല, അതിലൊക്കെ കുറച്ച് ബാക്കിയുണ്ടേ, അതും കൂടി തീർക്കണ്ടേ. ഞാനിങ്ങനെ വീണ്ടും ചോറൊക്കെ ഇടണ കണ്ടപ്പോഴാണ് ദീപ് പറഞ്ഞത് അവൾക്കും ഇച്ചിരി ചോറ് വേണമെന്ന്. ഒരിത്തിരി ചോറ് അവിടെ ഉണ്ടാ. ഇവിടെ ഭക്ഷണം വിളമ്പുന്ന ഇക്കമാരൊക്കെ നല്ല സ്നേഹമുള്ള കൂട്ടരാണ്. നമ്മളെന്ത് ചോദിച്ചാലും വളരെ ചൊടിയോടെ സന്തോഷത്തോടെ നമുക്ക് വിളമ്പി തരുന്നുണ്ട്. ചോറും കറികളൊക്കെ നന്നാവണതിൻ്റെ ഒപ്പം ഇതുപോലെ സ്നേഹം വിളമ്പുന്ന ഇടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറയും. ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിലെ മോരും കൂടിയാണ് കുടിച്ചിട്ട് എൻ്റെ ഊണങ്ങടെ അവസാനിപ്പിച്ചു. മീൻകറി അടക്കമുള്ള ഊണിന് ഇവിടെ ചാർജ് ചെയ്യണത് വെറും 50 രൂപയാണ്. ബീഫിന് 100 രൂപ, അയിലയ്ക്ക് 50-60. മൊത്തത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു ഊണ് വളരെ മിതമായ നിരക്കിൽ കഴിക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. എപ്പോഴെങ്കിലും ലഞ്ച് ടൈമിൽ ഈ വഴി പോകുമ്പോൾ ഉറപ്പായിട്ടും കയറി കഴിക്കാവുന്ന നല്ലൊരു സ്പോട്ടാണ് കാസിംകാട് ഹോംലി ലഞ്ച്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.